ഹലോ, വളരെ ഭംഗിയുള്ള ഒരു ഇൻസൈറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അകക്കാഴ്ച ഇൻസൈറ്റ്സ് എന്തിനു പറയാം നമുക്ക്? അകക്കാഴ്ച. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കണേ, എങ്കിലേ കേൾക്കണമെങ്കിലേ മനസ്സിലാവുള്ളൂ. ഒരു ബെഗർ, ആളുകളെ കൈ കാണിച്ച് നടക്കുന്ന ഒരു ബെഗർ, അയാൾക്ക് ഒരു ദിവസം 50-100 രൂപ കിട്ടാം. പക്ഷേ ഒരു നോർമൽ ജോലി ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരൻ, അയാൾക്ക് 700-1000 രൂപ കിട്ടാം. ശരിക്കും ശ്രദ്ധിക്കണേ. ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, ഒരു സ്പെഷ്യൽ ജോലിക്കാരൻ, ഉദാഹരണത്തിന് ഒരു വയറിംഗ് അല്ലെങ്കിൽ പ്ലംബർ, അതല്ലെങ്കിൽ ഒരു റബ്ബർ ടാപ്പിംഗ്, അതല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ വർക്ക് ശരിയാക്കുന്ന ഒരാൾ, ദേ ഹാവിങ്, അല്ലെങ്കിൽ AC ടെക്നീഷ്യൻ, അവർക്ക് നമുക്ക് 1000-2000 പെർ ഡേ കിട്ടാം. നിങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ എബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ക്യാഷ് കൂടുന്നത്. രണ്ടാമത്തത്, അടുത്തത്, ഒരു റീറ്റെയിൽ ഷോപ്പ്, സാധനങ്ങൾ റീറ്റെയിൽ കടയിൽ വാടകയ്ക്ക് കൊടുത്ത് ചെറിയൊരു കച്ചവടക്കാരന് അത് 3000-4000 നമുക്ക് എന്ത് കിട്ടാം? ലാഭം കിട്ടാം. സ്പെഷ്യൽ ആൾക്ക് എന്ത് കിട്ടാം? 1000-2000 കിട്ടാം, അവരുടെ കഴിവിനനുസരിച്ച്. റീറ്റെയിൽ ഷോപ്പിന് 3000-4000 കിട്ടാം. ഇനി ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ എവിടെ നിന്ന് എടുക്കുന്നു? ഹോൾസെയിൽ നിന്ന് എടുക്കുന്നു. ഈ ഹോൾസെയിലിന് അത് 5000-10000 കിട്ടാം. ഇനി ഇത് കമ്പനിയിലോട്ടാണെങ്കിൽ, ഈ ഓൾറെഡി ഈ കടയിൽ വെക്കുന്ന സാധനം ഉണ്ടാക്കുന്ന കമ്പനികളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അതിന് 25,000-50,000 കിട്ടാം. അപ്പൊ ഞാൻ നിങ്ങളോട് കാണിക്കുന്നത് എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബെഗർ, എ നോർമൽ എംപ്ലോയി, എ സ്പെഷ്യൽ എംപ്ലോയി, എ റീറ്റെയിൽ ഷോപ്പ്, എ ഹോൾസെയിൽ ഷോപ്പ് ആൻഡ് എ കമ്പനി? എന്താണ് തമ്മിലെ വ്യത്യാസം? വ്യത്യാസം വളരെ ശ്രദ്ധാപൂർവം കേൾക്കണേ. ഒന്ന്, ഈ ആളുടെ ഡിമാൻഡ് എത്ര കണ്ട് ഇതിന് മാർക്കറ്റിലെ ഡിമാൻഡ് ഉണ്ട്, എത്ര കണ്ട് ആളുകൾക്ക് ഇത് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്, ഏത് ടൈപ്പ് ആളുകൾക്കാണ് ഇത് വിൽക്കുന്നത്, അതിനനുസരിച്ച് വരുമാനം കൂടുന്നുണ്ട്. ഒന്ന്, ഈ ആളുകളുടെ കഴിവിനനുസരിച്ച്, എഫിഷ്യൻസി, അവരുടെ സ്കിൽസ്, അവരുടെ പ്രത്യേക ടാലന്റ് അനുസരിച്ച് ഇത് കൂടുന്നുണ്ട്. ദീസ് ആർ ആൾ ദ എവാലുവേഷൻ. ദീസ് ആർ എവാലുവേഷൻ. ദീസ് ഓർ ഓൾ, ശ്രദ്ധിക്കണേ, ഇതെല്ലാം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത എന്താണ്? നമ്മൾ ശ്വസിക്കുന്നുണ്ടോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, വി ഹാവ് ടു ബി എഡ്യൂക്കേഷൻ. വി ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ് ഓൾ ദ ടൈം. വി ഹാവ് ടു ഇൻക്രീസ് അവർ എബിലിറ്റി, ഇൻക്രീസ് അവർ സ്കിൽ. ഇതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. നമ്മൾ ഊണ് കഴിക്കുന്ന പോലെ, നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ, നമ്മൾ ശ്വാസോച്ഛാദനം പോലെ നമ്മുടെ ലൈഫ് ലോങ് പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ there won't be any growth, no growth. ഇതാണ് ഇതിന്റെ കൺക്ലൂഷൻ. വിദ്യാഭ്യാസമില്ലെങ്കിൽ, വിവരമില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, എഫിഷ്യൻസി ഇല്ലെങ്കിൽ അവന് നല്ല ജനത്തിന് കിട്ടിയിട്ട് കാര്യമല്ല, നല്ല സ്ഥലത്ത് ജോലി ചെയ്തിട്ട് കാര്യമല്ല, നല്ല രാജ്യത്ത് ജോലി ചെയ്തിട്ട് കാര്യമല്ല. They have to increase their education. That is the insight I provide you. Thank you all. I'm Dr. Ali Arimbrass, Melatur. എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, aliarimbrasdentalclinic.com. താങ്ക് യു ആൾ.